ഇപ്പം രണ്ട് കാര്യങ്ങൾ, ഈ പോളിംഗ് പെർസെൻറ്റേജ് താഴ്ന്നതും, അത് ജനറലി താഴ്ന്നുവെങ്കിൽ സാരമില്ല, ബട്ട് ബി ജെ പിക്ക് സ്വന്തം വോട്ടുകൾ ബൂത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ലാസ്റ്റ് മിനിറ്റിൽ അത് സംഭവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സി കൃഷ്ണകുമാർ ജയിക്കും, ബട്ട് ഡിസ്ക്ലെയിമർ ഇതാണ്, വോട്ട് മുഴുവൻ ബൂത്തിലെത്തിക്കുക. അങ്ങനെ പെട്ടെന്നൊന്നും ആൾക്കാർ വരില്ല. വൈദ്യുതി ഉപതെരഞ്ഞെടുപ്പും കൂടെയാണ്, ഭരണമാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പ്രത്യേകിച്ചൊരു വിശേഷവുമില്ല ഞാൻ വോട്ട് ചെയ്തിട്ട് എന്തിനാ വെറുതെ അവിടെ പോയി ക്യൂ നിൽക്കുന്നത് എന്നൊരാൾ വിചാരിച്ചാൽ അയാളെ കുറ്റം പറയാൻ പറ്റില്ല. ജനറലി നോക്കിക്കോളൂ, ഈ വോട്ടിങ്ങിലും ഒക്കെയുള്ള മനുഷ്യരുടെ വിശ്വാസം കുറഞ്ഞു വരികയാണ്. ഒരു ജനറൽ ടോക്ക് ഉണ്ടല്ലോ നമ്മുടെ ചായക്കടയിലൊക്കെ, ആരധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ഇത്രയ്ക്കൊക്കെ ഉള്ളൂ, ഇവരൊക്കെ കള്ളന്മാരാണ്. ഇങ്ങനെ ഒരു സിനിസിസം പൊതുജനങ്ങളുടെ ഇടയ്ക്ക് വളർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വോട്ടിംഗ് ശതമാനം കുറയുന്നത്. അതൊരു ദീർഘകാലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ അപകടം പിടിച്ചൊരു പോക്കാണത്. ആളുകൾക്ക് ജനാധിപത്യത്തിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെടുക ഈ രീതിയിൽ വരും. ഇത്രയും അപകടത്തിലൊന്നും എത്തിയിട്ടില്ല, പക്ഷേ 70.5 പാലക്കാട്ടെ വോട്ടിംഗ് ശതമാനം. അതായത് 29.5 പേര് വോട്ട് ചെയ്യാതിരിക്കുന്നു ഫോർ വൺ റീസൺ ഓർ ദ അതർ. അവർ ഫോറിനിലായിരിക്കാം, അവർ പാലക്കാടിന് നിന്ന് തൊട്ട് കോയമ്പത്തൂർ ജോലി ചെയ്യുന്നവരായിരിക്കാം. കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് വന്ന് വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോകാം എന്ന് പോലും അവർക്ക് തോന്നണമെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് ചേട്ടൻ ഇറങ്ങിയോ അവിടെ നിന്ന്, വരണം, ഉറപ്പായിട്ട് വോട്ട് ചെയ്യണം. ഓ, എൻ്റെ ഒരു വോട്ട് കൊണ്ട് എന്ത് വരാനാണ്? അങ്ങനെയല്ല. ഇങ്ങനെ ഓരോ വോട്ടറെയും നിർബന്ധിച്ച് ബൂത്തിലേക്ക് കൊണ്ടുവരണം. ഇത് ബൂത്തിൽ പോകാനുള്ള മടി ഒരു സ്വാഭാവിക മടിയാണത്. സി പി എമ്മിലുണ്ട്, കോൺഗ്രസ്സിലുണ്ട്, ബി ജെ പിയിലുമുണ്ട്. ബി ജെ പിക്കാർ മാത്രം ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന പ്രവർത്തകരും വോട്ടർമാരും ബാക്കിയുള്ളവരൊക്കെ ഉഴപ്പന്മാരും എന്ന് പറയാൻ പറ്റില്ല. ബി ജെ പിയുടെ വോട്ടർമാരിലും ധാരാളം ഉഴപ്പുന്ന ആൾക്കാരുണ്ട്. എനിക്ക് നേരിട്ടറിയോ വോട്ട് ചെയ്യാത്ത എത്രയോ പേരെ എനിക്കറിയാം. പിറ്റേ ദിവസമാണ് മനസ്സിലാകുന്നത് ഇയാൾ വോട്ട് ചെയ്തിട്ടില്ല, കാരണം കറുത്ത മഷി ഉണ്ടാവില്ല. അപ്പോൾ ഞാനെങ്ങും പോയില്ല മോഹൻദാസേ, എന്ത് ചെയ്യും, ഞാൻ പോയിട്ട് എന്ത് കാര്യം, ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നവരുണ്ട്. അതുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്പർ 2, ബേസിക് ഒരു കാര്യം ബി ജെ പി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിന് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്നൊരു ചോദ്യം വോട്ടർമാരുടെ മനസ്സിലുണ്ട്. അവരത് മുഖത്ത് നോക്കി ചോദിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും പോകുന്നില്ല. നിങ്ങൾ വോട്ട് ചോദിച്ച് വീടാന്തരം കയറുമ്പോൾ ഈ ചോദ്യം ആരും ചോദിക്കില്ല. മുഷിപ്പിക്കുന്ന ചോദ്യം ആരും ചോദിക്കില്ല സാധാരണ. പക്ഷേ ഉള്ളിലുണ്ടാവും, എന്തിന് ഞാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യണം, എന്താ ഗുണം, എനിക്ക് ഗുണമൊന്നും വേണ്ട. ബട്ട് പൊതുവെ എന്ത് സംഭവിക്കുമെന്നാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ? 2 ചോദ്യങ്ങളാണ്. വൈ ഷുഡ് ഐ വോട്ട്, വൈ ഐ ഷുഡ് നോട്ട് വോട്ട് ഫോർ സംവൺ എൽസ്. ഇതൊരു ബേസിക് ചോദ്യത്തിന് ഉത്തരം ബി ജെ പിയുടെ കയ്യിലുണ്ടാവണം. ആ നരേറ്റീവ് സെറ്റ് ചെയ്യണം. ഒരു തെരഞ്ഞെടുപ്പിൽ നേതാവ് ആവശ്യമാണ്, നരേറ്റീവ് ആവശ്യമാണ്. മഹാരാഷ്ട്രയിൽ നേതാവ് ഉണ്ടായിരുന്നു, നരേറ്റീവ് ഉണ്ടായിരുന്നു, ജയിച്ചു. ജാർഖണ്ഡിൽ നരേറ്റീവ് ഉണ്ടായിരുന്നു, നേതാവില്ല, തോറ്റു. കേരളത്തിൽ നരേറ്റീവുമില്ല, നേതാവുമില്ല. അഥവാ നേതാവിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല കേരളത്തിൽ. നേതാവില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇൻ ദ സ്ട്രിക്റ്റ് സെൻസ് ഒരു നേതാവിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിരുന്നില്ല, ഉപതെരഞ്ഞെടുപ്പായിരുന്നു. ചേലക്കരയിൽ വോട്ട് കൂടിയെങ്കിൽ, പാലക്കാട് വോട്ട് കുറഞ്ഞതിൻ്റെ കുറ്റം സുരേന്ദ്രനാണെങ്കിൽ ചേലക്കരയിൽ വോട്ട് കൂടിയതിൻ്റെ ക്രെഡിറ്റും സുരേന്ദ്രന് പോകണ്ടേ? അതാരും പറയുന്നില്ലല്ലോ. ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, ശരി, ചേലക്കരയിൽ എന്ത് മുനിസിപ്പാലിറ്റി ഉണ്ടായിട്ടാ? മുനിസിപ്പാലിറ്റിയിൽ നല്ല റോഡ് പോലും ഉണ്ടായിരുന്നില്ല. ചേലക്കര മുഴുവൻ അങ്ങോട്ട് മാർബിൾ കൊണ്ട് റോഡ് നിറഞ്ഞിരിക്കുകയല്ലേ. ചേലക്കര പോലെ അവികസിതമായ ഒരു സ്ഥലം വേറെയില്ല എന്നാണ് പലരും പറയുന്നത്. ഇപ്പോഴും ഗ്രാമപ്രദേശത്ത് നമ്മളെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു, സത്യൻ അന്തിക്കാട്ടിന് സിനിമ എടുക്കാൻ പറ്റിയ ഗ്രാമങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ടെങ്കിൽ അത് ചേലക്കരയിലാണ്. നടന്ന് മാത്രം പോകാവുന്ന സ്ഥലങ്ങൾ, പഴയ വല്യമ്മമാരും പഴയ വീടും ഒക്കെ ആയിട്ട് റോഡ് സംഗതി ഒന്നുമില്ലാത്ത ആളുകൾ, പ്രദേശങ്ങൾ. ഇതാണ് ചേലക്കരയുടെ അവസ്ഥ. അവിടെ ബി ജെ പിക്ക് വോട്ട് കൂടിയില്ലേ? സോ പ്രശ്നം ഈ ചേലക്കരയിൽ 4% ഇത് പോളിംഗ് കുറഞ്ഞത്. ബട്ട് ചേലക്കരയിൽ ബി ജെ പി
അവരുടെ വോട്ടർമാരെ എങ്ങനെയോ ഒക്കെ ബൂത്തിലെത്തിച്ചിട്ട് വോട്ട് ശതമാനം കൂട്ടി. പാലക്കാട് അത് ചെയ്യാൻ സാധിച്ചില്ല.